ING. ഇത് കുട്ടികൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ, ING ഫോം എന്ന് പറയണത്. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യണമെന്നറിയോ? ഇതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇങ് എന്നുള്ള രീതിയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യണത്. അതായത് കിങ്, ഓക്കെ, സ്വിങ്, വിങ് എന്നൊക്കെയാണ് നമ്മൾ കമൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ വേറെ കുറച്ചും കൂടിയും ING ഇട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ്, ടോക്ക് എന്നെഴുതി, ഇങ്, ടോക്കിങ്. കണ്ടോ? സ്റ്റഡി എന്നിട്ടു ING ഇട്ടിട്ട് പറയാൻ പോവാണേ, സ്റ്റഡിയിങ്. കണ്ടോ? വോക്ക് എന്നിടുന്നു, ING ഇടുന്നു, വോക്കിംഗ്. കണ്ടോ? അപ്പോൾ ഈ ING എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കേട്ടോ. അപ്പോൾ ഏതൊരു പ്രവൃത്തിയുടെ കൂടെയും ഏതൊരു വേർബിൻ്റെ കൂടെയും ING ഇട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണത്? ഇങ് എന്നുള്ള ശബ്ദമാണെന്ന് കേട്ടോ. ടോക്കിംഗ്, വോക്കിംഗ്, സ്റ്റഡിയിങ്, സ്ലീപ്പിംഗ്, റണ്ണിങ്. ഓക്കെ, ഇങ്ങനെ ING ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ 2 or 3 പ്രാവശ്യം ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ പറയും, ഇങ്ങനെ വേണ്ടേ നമ്മൾ സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്? ഇങ്ങനെ സംസാരിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ബസ്സിൻ്റെ കിഡ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.